നീ കത്തോ അല്ലെ നീ ബന്ധോ ആയിരിക്കണം. അവസരവാദം ഉപേക്ഷിക്കണം. ഒന്നുകിൽ നീ ഉഷ്ണവാനായിരിക്കണം, ശീതവാനായിരിക്കണം. തമ്പുരാൻ പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് നിന്നോട് ഇടപെട്ടതാണ്. പലപ്പോഴും ദൈവം നിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് വിളിച്ചതാണ്. തമ്പുരാൻ പറയും ഇനി ഒരു ഒത്തുതീർപ്പില്ല, ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. മുടിയപുത്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ പിതാവിന്റെ സ്വത്തെല്ലാം അനധികൃതമായി വിനിയോഗിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. സുവിശേഷം മകളാൽ അലങ്കൃതമാണ്. 1, കാണാതെ പോയ ആട്. 2, കാണാതെ പോയ ദ്രഹ്മ. 3, കാണാതെ പോയ മകൻ. യഥോലിതം പഠിച്ച കാണാതെ പോയ ആടിനെ തേടി ഇടയൻ പോയി, കാണാതെ പോയ ദ്രവ്യം രക്ഷിച്ച സ്ത്രീ പോയി, പക്ഷെ കാണാതെ പോയ മകനെ തേടി ആ അപ്പൻ പോയില്ല. സ്വതന്ത്രം. ഇപ്പം ചെങ്ങന്നൂരിൽ നിന്ന് ഞാൻ മിസ്സായാൽ എൻ്റെ അപ്പന് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയുണ്ട്. മനോരമക്ക് അടുക്കെ ചെന്നൊരു പരസ്യം കൊടുക്കുക. ഒരു എന്നാ പരസ്യം, ചെറുക്കനെ കാണാനില്ല. അപ്പൊ എന്നാ പരസ്യം, പോയപ്പോൾ ഒരു ബ്ലാക്ക് കളർ പാൻസും വൈറ്റ് ഷർട്ടും ഉണ്ട്. പിന്നെ അന്യഭാഷയും മലയാളം നല്ലവണ്ണം പറയും. കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള അപേക്ഷ. ഇങ്ങനൊരു അപേക്ഷയ്ക്ക് വേണ്ടി പോകാതെ ഈ അപ്പൻ വീട്ടിനകത്തിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പ എന്നാ തേടി പോകാത്തത്? അപ്പൻ പറയും, എനിക്കറിയാം ഇവൻ എവിടെ വരെ പോകുമെന്ന്. സ്വതന്ത്രം. കാലം കോലം വരച്ച് വീടിന്റെ മുറ്റത്ത് കൊണ്ട് നിർത്തുമ്പോൾ തിരിച്ചറിയണം, കൃപയുടെ മഹത്വം അറിഞ്ഞവൻ വീട്ടിൽ നിന്ന് പോയി. എല്ലാവരും പ്രസംഗിക്കുമ്പോൾ അവരൊരു ജാതീയ പരിവേഷം കൊടുക്കുന്നേ. പക്ഷെ എന്റെ ബൈബിൾ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്, അപ്പന്റെ വീട്ടിൽ നിന്ന് പോയെങ്കിൽ പെന്തക്കോസുകാരൻ തന്നെ. സ്വതന്ത്രം. അപ്പന്റെ ആനുകൂല്യങ്ങളെ പ്രാപിച്ച്, അപ്പന്റെ അനുഭവങ്ങൾ പ്രാപിച്ച്, അപ്പന്റെ കൃപ അനുഭവിച്ച് പിന്മാറിപ്പോയാൽ നിന്നെ തേടി വരുന്ന ഇടപാട് ദൈവത്തിനില്ല. ഇന്ന് രാത്രി ഒരു അന്ത്യകാല ദൂതായി ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ആ കാലമധികമില്ല, നേരമധികമില്ല. സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ. സ്വതന്ത്രം. അവസാനത്തിൽ അവരോട് പറഞ്ഞു, എബ്രായ ക്രൈസ്തവരെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ആരാണ്? നിങ്ങൾ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച്